അപ്പം ഇത് ഞങ്ങളുടെ 3rd ഡേ ഇൻ ഇറ്റലിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ്. ആസ് യൂഷ്വൽ ട്രെയിൻ സ്റ്റേഷനിൽ വന്നു, ടിക്കറ്റ് എടുത്തു, വാലിഡേറ്റ് ചെയ്തു, ട്രെയിനിൽ കയറി. എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം വെറോണ എന്നാണ്. വെറോണ. അപ്പോൾ അത് വെനീസിൽ നിന്ന് 2 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെനീസിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് വെറോണയ്ക്ക് പോകണമായിരുന്നു. അപ്പം 2 മണിക്കൂറും ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു സൈഡിലേക്ക്. പിന്നെ തിരിച്ച് വീണ്ടും 2 മണിക്കൂർ തന്നെ. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ് അടുത്തോളം കണ്ട് ഉണ്ടായിരുന്നു നമുക്ക് പോകേണ്ട അട്രാക്ഷൻസിനൊക്കെ കാണാനുള്ളതൊക്കെ. ഞങ്ങളവിടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിന് കയറിയാണ് പോകേണ്ട സ്ഥലത്തേക്ക് പോയത്. എന്നിട്ടും കുറച്ചിറങ്ങി നടക്കണമായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു. ഞങ്ങളെ ചെന്നിറങ്ങിയ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലം. ഉള്ളി തിങ് ഭയങ്കര ചൂടായിരുന്നു. ടെമ്പറേച്ചർ 34-32 ഒക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ആ ചൂടിച്ചിരി പാടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്, നല്ല രസമാണ്. ഇത് ഇച്ചിരി പോപ്പുലറായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. അത് ഇൻസ്പയർ ചെയ്താണ് നമ്മുടെ റോമിയോ ജൂലിയറ്റ് എന്ന ഇതിനകത്ത് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്, ഈ കാണുന്ന ബാൽക്കണി. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾ കയറിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു അവിടെ ആൾക്കാർ. അതല്ലാണ്ട് അവിടെ വോളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ പേരൊക്കെ എഴുതി വെക്കും. പിന്നെ ഇതൊരു മാർക്കറ്റാണ്. അവിടെ ഇങ്ങനെ പല സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ കാണാൻ. ഇതൊരു മ്യൂസിയമാണ്. അതിനകത്തും ഞങ്ങൾ കയറിയില്ല. ഒന്നാമതെ നമ്മൾ 2 മണിക്കൂർ എടുത്തില്ല അവിടെ വരെ ചെല്ലാൻ തന്നെ. പിന്നെ വീണ്ടും 2 മണിക്കൂർ തിരിച്ചു ഉള്ളത് കൊണ്ട് ഇത് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു പിസ്സയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നാൽ നമുക്ക് അവിടെ വെറോണ അരീന എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു. ഇതാണ് വെറോണ അരീന. അതും പണ്ട് നമ്മുടെ റോമൻ കാലത്ത് ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ബിൽറ്റ് ഇൻ 30 AD എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് കൺസേർട്ടൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ എന്തോ പണി നടക്കും, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു. 30,000 ആൾക്കാരെയോ മറ്റോ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഞാൻ ഈ വിക്കിപീഡിയ ഒക്കെ വായിച്ചപ്പോൾ കണ്ടതാട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് വീണ്ടും നിൽക്കുവാണ്. ബസ് കയറി ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി. അവിടെ നല്ല സ്ഥലമാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഭയങ്കര വെയിലാണ്. ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഫെസിലിറ്റീസും സൂപ്പറാണ് എല്ലാം, നല്ല അടിപൊളി. ഇത് വെറോണ അരീനയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിന്നാണ് ഞങ്ങൾ ബസ് കയറിയത് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ഇതാ ടിക്കറ്റ്. ആദ്യം ഞാൻ കാണിച്ചില്ല, പക്ഷെ ബസ്സിലൊന്നും അധികം ആളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. തിരിച്ചതാ വീണ്ടും ഞങ്ങൾ വന്ന് ട്രെയിനിലേക്ക് കയറി യാത്ര തുടരുന്നു. എങ്ങോട്ട്? ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. അന്നേരം ഉണ്ട് നമ്മൾ ഇവിടെ ട്രെയിൻ ചില സ്ഥലത്ത് ഇച്ചിരി പതുക്കെ ഇങ്ങനെ സ്ലോ ചെയ്തായിരുന്നേ. അപ്പം ഞാൻ കണ്ടു ഇങ്ങനെ ഭയങ്കര നല്ല വലിയ ആപ്പിൾ തോട്ടം. ഇത് മുഴുവൻ ആപ്പിളാണ് നിൽക്കുന്നത് ഉണ്ടോ, നല്ല രസമല്ലേ കാണാൻ. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇറ്റലിയിലെ മറ്റൊരു ദിവസം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.